ജൈവ പച്ചക്കറി കൃഷിയുടെ പരീക്ഷണശാലയാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി. ക്യാബേജും സവോളയും കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് ഇവിടുത്തെ കർഷകർ. 5 കിൻഡൽ ക്യാബേജാണ് ശുഭകൻ എന്ന കർഷകൻ ഇത്തവണ കഞ്ഞിക്കുഴിയിൽ വിളവെടുത്തത്. ക്യാബേജും സവോളയും മുന്തിരിക്കുലകളോട് സാമ്യം തോന്നുന്ന ചെറിയ ഇനം തക്കാളികളും കൃഷിക്ക് ഒട്ടും യോഗ്യമല്ല എന്ന് എഴുതിത്തള്ളിയിരുന്ന കഞ്ഞിക്കുഴിയിലെ ചൊരിമണലിൽ ഇത് പുതിയ പരീക്ഷണങ്ങളുടെ വിളവെടുപ്പ് കാലം. അഞ്ച് കിൻഡൽ ക്യാബേജും സവോളയും ഉള്ളിയുമാണ് മറുനാടൻ കർഷകരെ വെല്ലുവിളിച്ച് ഇത്തവണ കഞ്ഞിക്കുഴിയിൽ ശുഭകേശൻ എന്ന യുവ കർഷകൻ വിളവെടുത്തത്. ജൈവ പച്ചക്കറിയിൽ പയറിനും ചീരയ്ക്കുമൊപ്പം ഇനി കഞ്ഞിക്കുഴി ക്യാബേജും നമുക്ക് വിപണിയിൽ ലഭ്യമാകും. എന്നെ പോലെ എല്ലാ കർഷകർക്കും നല്ല രീതിയിൽ തന്നെ കാബേജും സവോളയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റും. ശീതകാല പച്ചക്കറിയാണ് കാബേജ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാം. മഞ്ഞുകാലം നോക്കിയാണ് ശീതകാല പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത്. ഔഷധ ഗുണം ഏറെയുള്ള കരിങ്കോഴി കൃഷിയും ഇവിടെ വ്യാപകമാകുകയാണ്. ആടലോടകം, തൃത്താവ്, മുക്കുറ്റി തുടങ്ങിയ ഇലകൾ ഭക്ഷിക്കുന്ന ഈ കോഴിയുടെ മുട്ടയ്ക്ക് ഒന്നിന് 50 രൂപ മുതൽ 60 രൂപ വരെ ലഭ്യമാകും. കുഞ്ഞുങ്ങളുടെ വിലയാകട്ടെ 500 രൂപയിൽ ആരംഭിക്കുന്നു. കൃഷിയിൽ പരീക്ഷണം നടത്തുന്ന ഈ യുവ കർഷകന് തോമസ് ഐസക് MLA എല്ലാവിധ പിന്തുണയും കൂടി ലഭ്യമാകുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.